മസിൽ മെമ്മറിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുള്ളത് അതിൻ്റെ ഒരു വശം മാത്രമായിരിക്കും. കുറേ കാലം എക്സസൈസ് ചെയ്യാറുന്നിട്ട് പിന്നീട് എക്സസൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മസിലിൻ്റെ സൈസും സ്ട്രെങ്തും റീഗെയിൻ ചെയ്യുന്നതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. എന്നാൽ അതതിൻ്റെ സെക്കൻഡറി ഫാക്ടർ മാത്രമാണ്. പ്രൈമറിലി മസിൽ മെമ്മറി എന്നാൽ നമ്മൾ ചെയ്ത് ശീലിച്ച കാര്യങ്ങൾ ഇൻവോളണ്ടറി ആയി അതിവേഗതയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഉദാഹരണത്തിന് സൈക്കിൾ ഓടിക്കുക, ഡ്രൈവിംഗ് ചെയ്യുക, സ്വിമ്മിങ് ചെയ്യുന്നതൊക്കെ റിയൽ ലൈഫ് എക്സാമ്പിളാണ്. ഇനി സ്പോർട്സിലോട്ട് വരികയാണെങ്കിൽ ഒരു ബോക്സിൻ്റെ തന്നെ കേസ് എടുക്കുകയാണെങ്കിൽ ബോക്സിന് റിങ്ങിലടിക്കാൻ പറ്റുന്ന കോമ്പിനേഷൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തറവാക്കിയതുകൊണ്ടാണ് നമുക്കത് ഓട്ടോമാറ്റിക്കലി വരുന്നത്. ഇനി അതുപോലെ ടീം ഗെയിം എടുക്കുക, ഫുട്ബോൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത ഫോർമേഷൻ, പ്രാക്ടീസ് ചെയ്ത പാസസ്, പ്രാക്ടീസ് ചെയ്ത ആ ടീം ഡൈനാമിക്സ് ഇത് കറക്റ്റായിട്ട് നമ്മുടെ തലയിലുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് ഓട്ടോമാറ്റിക്കലി നമ്മൾ കളിക്കുമ്പോൾ വരുന്നത്. നമ്മൾ പുതിയതായിട്ടൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറും നമ്മുടെ മസിലും തമ്മിലുള്ള കണക്ഷൻ ഉണ്ടാവുകയും അത് ആവർത്തിക്കപ്പെടുമ്പോൾ ആ കണക്ഷൻ്റെ സ്ട്രെങ്ത് കൂടുകയും ചെയ്യും. പ്രവൃത്തിയുടെ ആവർത്തനമാണ് തലച്ചോറിനെ ശക്തിപ്പെടുത്തുന്നത്. നല്ലത് ആവർത്തിക്കുമ്പോൾ ജീവിതം നല്ലതായി മാറുന്നതും മോശം ആവർത്തിക്കുമ്പോൾ ജീവിതം മോശമായി മാറുന്നതും ഇതേ കാരണത്താലാണ്.